ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ട ഒരു വാർത്തയനുസരിച്ചാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ, കുന്നംകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളെല്ലാ മാധ്യമത്തിലും കണ്ടതാണ്. ഒരു ലോക്കപ്പിൽ വെച്ചിട്ട് ഒരു നിരപരാധിയായ ഒരാൾക്ക് നേരെയുള്ള മർദ്ദനം, ഈ മർദ്ദനത്തിൽ ഉൾപ്പെട്ട പോലീസുകാരും പിന്നെ അതിൽ നിന്ന് ഒരാൾ സ്ഥലം മാറിപ്പോയ ഒരാൾ, അതാണ് നമ്മൾക്ക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ്. മർദ്ദന ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്, നിങ്ങളെപ്പോലെ ഞാനും കണ്ടു. വളരെയധികം സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാര്യം. പ്രത്യേകിച്ച് പൊതുജനങ്ങളായ നമ്മൾ ആശ്രയിക്കേണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട, അതുപോലെ തിരിച്ചും നമ്മളെയും ബഹുമാനിക്കേണ്ട ആളുകളാണല്ലോ നമ്മളെ പോലീസുകാർ. ഒരുപാട് നല്ല പോലീസുകാർ കേരളത്തിലുണ്ട്. മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരള പോലീസ് ബെറ്റർ ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും, എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ. എങ്കിലും കുറച്ച് പേർ നമ്മളെ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന ഈ ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ആളുകൾ തീർച്ചയായും മാറ്റി നിർത്തേണ്ട, ഒഴിവാക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു കാര്യം. തീർച്ചയായും നമ്മളെപ്പോലുള്ള ഒരു കേരളം പോലുള്ള ഈ ഒരു മനോഹരമായ സംസ്ഥാനത്ത് അത് പാടില്ലായിരുന്നു. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും നമ്മൾ പോലീസിങ്ങിൽ അവരുടെ ട്രെയിനിങ്ങിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് തോന്നിയ കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം മറ്റു രാജ്യങ്ങളിലെ, ലോകത്തിലെ ഏറ്റവും നല്ല പോലീസിംഗ് ഉള്ള രാജ്യങ്ങളിലെ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു മോഡേൺ പോലീസിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പോലീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു സജഷനാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ കുറഞ്ഞ പക്ഷം നമ്മുടെ തൊട്ടടുത്തുള്ള ദുബായിലാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ എക്സ്പീരിയൻസ് വെച്ച്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും, പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം നമ്മളെ ഗൾഫിൽ തന്നെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഗൾഫിലും യൂറോപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അവരെങ്ങനെയാണ് ഒരു പ്രതികളോട് പെരുമാറുന്ന രീതിയും ഒരാളെങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളെ കുറച്ച് വിഭാഗം ആളുകൾ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് പറയുന്നതിൽ. ഇപ്പോഴും കുറച്ചൊക്കെ പെരുമാറ്റ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് വിഭാഗത്തിലുള്ള ആളുകളാണ്. ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, എല്ലാ ആളുകളെക്കുറിച്ചും ഞാൻ ഒരിക്കലും പറയുന്നില്ല. വളരെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നാടാണ് കേരളം, അത് നമുക്ക് അഭിമാനമുണ്ട്. പിന്നെ നമുക്ക് പോലീസുകാരെ കാണുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുടുങ്ങുമ്പോൾ ഒരാളെങ്കിലും കണ്ടെങ്കിൽ, ഒരാൾ കാണുമ്പോൾ ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ, ഒരു ധൈര്യം, അതാണ് ഞാൻ പോലീസുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മളെ നമുക്കൊരു ധൈര്യം, നമ്മളെന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങുന്ന സമയത്ത് നമുക്കുള്ള ധൈര്യം, നമ്മുടെ പ്രതീക്ഷ, ഈ സമൂഹത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ. എന്തായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഒരു അഭിപ്രായം മാത്രം എൻ്റെ യൂട്യൂബ് ചാനൽ പറയുന്നു എന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.